കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട് മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. ഡീലാരോപണം കേരളമാകെ മറ്റ് ഇടങ്ങളിലേക്കും വ്യാപിപ്പിച്ചത് പാലക്കാട് നിന്നുള്ള ആ ഒരു സ്ഥാനാർത്ഥികളുടെ ആ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. തൃത്താല മുതൽ ആലത്തൂർ വരെയുള്ള ഇടങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി ചിത്രം എങ്ങനെ വ്യക്തമാകുന്നുണ്ട് ഈ 3 മണി കഴിയുമ്പോൾ? ഗോകുൽ, പ്രജീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഡീൽ ആരോപണമാണ് പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. അത് തുടങ്ങിയത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണെങ്കിൽ പിന്നീട് സംസ്ഥാനം ഒട്ടാകെ അത് വ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ ആദ്യം പാലക്കാട് ഒരു ആരോപണം ഉന്നയിക്കുന്നത് കോൺഗ്രസ് ആണ്. BJPയും അതോടൊപ്പം തന്നെ CPM തമ്മിൽ ഡീലാണെന്നുള്ള ഒരു ആരോപണമാണ്. അതിന് മറു ആരോപണവുമായി CPM രംഗത്ത് വന്നു കഴിഞ്ഞു. CPM പറയുന്നത് ഇവിടെ ഞങ്ങൾ ആരുമായിട്ടും ഡീൽ ഉണ്ടാക്കിയിട്ടില്ല, ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. BJP ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ ഈ കോൺഗ്രസിന് വോട്ട് മറിക്കുമ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ നേരെ തിരിച്ചും BJPക്ക് കോൺഗ്രസ് വോട്ട് മറിക്കുന്നു. ആ രീതിയിലുള്ള ഒരു ഡീലാണ് പാലക്കാട് ജില്ലയിൽ നടക്കുന്നതെന്നാണ്. കോങ്ങാട് മണ്ഡലത്തിലടക്കം ഇതിന്റെയൊക്കെ അനുരണനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണൊക്കെ CPM പറയുന്നത്. ഏതായാലും ഡീൽ ആരോപണങ്ങളാണ് പാലക്കാട് പ്രധാനമായും തന്നെ നിലനിൽക്കുന്നത്. പാലക്കാട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പരിശോധിക്കുകയാണെങ്കിൽ മന്ത്രിയായിട്ടുള്ള MP രാജേഷ്, VT ബൽറാം, അതോടൊപ്പം തന്നെ പിഷാരടി, രമേശ് പിഷാരടി, NMR റസാഖ്, അങ്ങനെയുള്ള ഒരു വലിയ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെയുള്ള ഒരു വലിയ നീണ്ട നിര തന്നെയുണ്ട്. മേജർ രവി കളത്തിലിറങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ് മേജർ രവി മത്സരിക്കുന്നത്. PK ശശി, CPMന്റെ ഭാഗമായിരുന്ന PK ശശി UDFന്റെ ഭാഗമായി മത്സരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. സുരേഷ് എന്ന് പറയുന്ന UDFന്റെ സ്ഥാനാർത്ഥി, മലമ്പുഴ സ്ഥാനാർത്ഥി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദന്റെ PA ആയ സുരേഷ് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അങ്ങനെ പാലക്കാട് ഏതായാലും കളം വ്യക്തമായിട്ടുണ്ട്. നോമിനേഷൻ നൽകാനുള്ള സമയം കഴിഞ്ഞു. എല്ലാ പ്രമുഖരും നോമിനേഷൻ നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് വരിക, ഏതെല്ലാം ആരോപണ പ്രത്യാരോപണങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയണം.